കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് സോളിഡ് സ്റ്റേറ്റ് ആണ് ഞാൻ ഇന്ന് ഇവിടെ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ഇയർ കെമിസ്ട്രിയിലെ സോളിഡ് സ്റ്റേറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ +1 എന്ത് പഠിച്ചിട്ടുണ്ട്? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ആ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ മാറ്റർ എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ലിക്വിഡ് സ്റ്റേറ്റും ഗേഷ്യസ് സ്റ്റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയി നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, +1 പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത് സോളിഡ് സ്റ്റേറ്റ് ആണ്. അതായത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കൊണ്ട് എന്തുണ്ട്, ഒരു ചാപ്റ്റർ മൊത്തമായിട്ട് തന്നെ എന്തുണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്. അതിലെന്താണ് സോളിഡ്, സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്താ, അതിനെങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് അറിയേണ്ട കാര്യം പറഞ്ഞാൽ എന്താണ് സോളിഡ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ സോളിഡ്? സോളിഡ് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലൊരു രൂപം വരുന്നുണ്ട്. അപ്പോൾ അതായത് സോളിഡ് ആയിട്ടുള്ള ഒരു വസ്തു, അതായത് ഒരു കല്ല് അല്ലെങ്കിൽ ഒരു പേപ്പർ, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്താ? അതിനുണ്ട് റിജിഡ് ആയിട്ടൊരു ഷേപ്പ് ഉണ്ട്, വോളിയം ഉണ്ട്, ഡെഫിനിറ്റ്. അപ്പോൾ നിങ്ങൾ പല പ്രോപ്പർട്ടീസ് നിങ്ങൾ ചേർത്തതിൽ തൊട്ടേ ഹൈസ്കൂൾ സെക്ഷൻ തൊട്ടേ നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സോളിഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം ഡെഫിനിറ്റ് ആയിട്ടുണ്ട്, ഒരു വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, പിന്നെന്താണത് വോളിയം ഉണ്ട്, മാസ് ഉണ്ട്. ഡെഫിനിറ്റ് ആയിട്ടൊരു ഷേപ്പ് ഉണ്ട്, വോളിയം ഉണ്ട്, മാസ് ഉണ്ട്. സെക്കൻഡ് വൺ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതിനെന്തുണ്ടാവും, റിജിഡ് ആയിട്ടൊരു എന്തുണ്ടാവും, ഷേപ്പ് ഉണ്ടാവും. റിജിഡ് ആണ്. ഇപ്പോൾ ഒരു കല്ല് നിങ്ങൾ കൺസിഡർ ചെയ്ത് ഇൻകംപ്രസിബിൾ ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അമർത്താൻ പറ്റില്ല അല്ലേ, ഇൻകംപ്രസിബിൾ ആണ്. റിജിഡ് ഷേപ്പ് ഉണ്ട്, ഇൻകംപ്രസിബിൾ ആണ്. പിന്നെ നമുക്ക് എന്താ പറയാ, അടുത്തടുത്താണ് എന്തുണ്ടാവുക, അതിലെ പാർട്ടിക്കിൾസ് ഉണ്ടാവുക അല്ലേ. നമുക്ക് ആ സോളിഡ് എന്നുള്ളൊരു ഇമേജ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിലെന്താണ് അതിലുള്ളത്. അതിന് പാർട്ടിക്കിൾസ് ആർ വെരി ക്ലോസ്ലി പാക്ഡ് ആണ്, ക്ലോസ്ലി പാക്ഡ് ആണ്. ഇങ്ങനെ ക്ലോസ്ലി പാക്ഡ് ആയതുകൊണ്ടുള്ളത് എന്താണ്, ആ പാർട്ടിക്കിൾസിന് എന്തുണ്ടാവില്ല, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ടാവില്ല. അതായത് മൂവ് ചെയ്യാനുണ്ടാവില്ല, എന്തുണ്ടാവില്ല, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്തില്ല, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇസ് നോട്ട് there for particles. There is no freedom of movement. ഇങ്ങനെ ആയതുകൊണ്ട് അതിലെന്തായിരിക്കും, അടുത്തടുത്തിരിക്കുകയാണ്. സോ എന്തുണ്ടാവും, അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ടാവും. ബിക്കോസ് ദേ ആർ സിറ്റിംഗ് വെരി ക്ലോസ് ടു ഈച്ച് അതർ, ഈച്ച് പാർട്ടിക്കിൾസ് ആർ സിറ്റിംഗ് ക്ലോസ് ടു ഈച്ച് അതർ. സോ അതുകൊണ്ട് എന്തുണ്ടാവും, അവിടെ സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ സോളിഡിനെ പറ്റി നമ്മൾ ഇതൊക്കെ ചേർത്ത് പഠിച്ചതാണ്. അപ്പൊ അതായത് ഡെഫിനറ്റ് ആയിട്ടൊരു ഷേപ്പ് ഉണ്ട്, വോളിയം ഉണ്ട്, മാസ് ഉണ്ട്, അതേപോലെ റിജിഡ് ആയിട്ടൊരു ഷേപ്പ് ഉണ്ട്, അതിനെന്തുണ്ട്, ഇൻകംപ്രസിബിൾ ആണ്, അതായത് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. പാർട്ടിക്കിൾസ് അതിൽ ക്ലോസ്ലി പാക്ഡ് ആണ്, അതുകൊണ്ട് തന്നെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ജസ്റ്റ് പാർട്ടിക്കിൾസ് ജസ്റ്റ് ഒന്ന് വൈബ്രേഷൻ വരെ മാത്രമേ എന്താവുള്ളൂ, അതിന് പോസിബിൾ ആവുള്ളൂ. അടുത്തെന്ന് പറഞ്ഞാൽ അതിൽ എന്തുണ്ടാവും, അടുത്തടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തുണ്ടാവും, ഒരു സ്ട്രോങ് ആയിട്ടൊരു ഫോഴ്സ് ഉണ്ടാവും പാർട്ടിക്കിൾസ് തമ്മിൽ. നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചതാണ്, എന്താണ് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തിനാണ്, ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് വളരെ കുറവായതുകൊണ്ട് ഫോഴ്സ് എന്തായിരിക്കും, അവിടെ മാക്സിമം ആയിരിക്കും. അപ്പോൾ ഇത് ഇത്രയും ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞു തരിക. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഷേപ്പ്, വോളിയം, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് സോളിഡ് അതാണ്. അപ്പം ഇങ്ങനെ നമ്മൾ സോളിഡിന് എടുക്കുകയാണെങ്കിലും നമ്മൾ ഓരോ സോളിഡ്സിനെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മളൊരു കല്ലെടുത്തു, അതേ പ്രോപ്പർട്ടി തന്നെയാണ് റബ്ബറിനുള്ളത് അല്ല. അപ്പോൾ സോളിഡ്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോളിഡ്സ് ഉണ്ട്. അപ്പോൾ സോളിഡ്സിനെ നമുക്ക് രണ്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആ ഫസ്റ്റിൽ നമ്മൾ അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. അതിനാണ് എന്ത് പറയാം, ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും. അപ്പോൾ സോളിഡ്സ് എന്തുണ്ട്, രണ്ട് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ക്രിസ്റ്റലൈൻ സോളിഡ്, സെക്കൻഡ് വൺ ഈസ് അമോർഫസ്. അപ്പോൾ സോളിഡ്സിന് രണ്ടായി ക്ലാസിഫൈ ചെയ്തു. ഫസ്റ്റ് വൺ ഈസ് ക്രിസ്റ്റലൈൻ സോളിഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് അമോർഫസ് സോളിഡ്. ഇപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വെച്ചാൽ ക്രിസ്റ്റലൈൻ സോളിഡ് എന്താണ്, അമോർഫസ് സോളിഡ് എന്താണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ, ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ എക്സാമ്പിൾ കൊടുക്കുക, അമോർഫസ് സോളിഡിൻ്റെ എക്സാമ്പിൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിരിക്കും. അപ്പോൾ അതിൽ ക്രിസ്റ്റലൈൻ സോളിഡ് പറഞ്ഞാൽ നമ്മൾ കല്ല്, അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന എല്ലാ സാധനങ്ങളും എന്താ ക്രിസ്റ്റലൈൻ സോളിഡ്. ബാക്കിയുള്ളത് അമോർഫസ് സോളിഡ് എന്ന് പറഞ്ഞാൽ അതായത് പ്ലാസ്റ്റിക്സ്, ഗ്ലാസ്, റബ്ബർ, അതൊക്കെയാണ് എന്തിൽ വരിക, അമോർഫസ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ പറയാൻ പറ്റും.
അല്ലേ? ഏകദേശം എന്താണ് നടക്കുന്നത്, എന്താണ് ഇവിടെ എന്നുള്ളത് ഏകദേശം അറിയാം. അപ്പോൾ നമുക്ക് രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് നോക്കാം. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെയിനായിട്ട് പഠിക്കുന്നത്. ഫസ്റ്റ് ഡിഫറൻസ് പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ട്രൂ സോളിഡ്സ് ആണ്. ട്രൂ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കുക? ട്രൂ, അതായത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാ പ്രോപ്പർട്ടീസും ഇതിനെന്തുണ്ടാവും, കറക്റ്റായിട്ട് തന്നെ കാണിക്കും. ട്രൂ സോളിഡ് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് അടുത്തായിരിക്കും ഇരിക്കുക, ഇൻകംപ്രസിബിൾ ആയിരിക്കും, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവും, ഡെഫിനിറ്റ് വോളിയം, എല്ലാ പ്രോപ്പർട്ടിയും കറക്റ്റായിട്ട് കാണിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്താ പറയുക, ട്രൂ സോളിഡ് എന്ന് പറയാം. അപ്പോൾ അമോർഫസിന് നമുക്ക് എങ്ങനെ പറയാം? അമോർഫസ് സോളിഡ്സ് ആർ സ്യൂഡോ സോളിഡ്സ്. സെക്കൻഡ് വൺ. ഫസ്റ്റ് ഡിഫറൻസ് പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ട്രൂ സോളിഡ്സ്, അമോർഫസ് സോളിഡ്സ് ആർ സ്യൂഡോ സോളിഡ്സ്. ഇനി നമ്മൾ അടുത്ത നോക്കേണ്ടതെന്ന് വെച്ചാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയാന്ന് വെച്ചാൽ ലോങ് റേഞ്ച് ഓർഡർ ഉണ്ട്. ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പാർട്ടിക്കിളിനെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. പാർട്ടിക്കിൾസ് ആർ വെരി ക്ലോസ്ലി പാക്ഡ്. അപ്പോൾ ഇതിപ്പോൾ ഒരു പോസിറ്റീവ് പാർട്ടിക്കിൾ, ഒരു നെഗറ്റീവ് പാർട്ടിക്കിൾ, പോസിറ്റീവ് നെഗറ്റീവ്. ക്രിസ്റ്റലൈൻ്റെ ആകുമ്പോൾ ഉണ്ടാവും കറക്റ്റായിട്ടൊരു ഓർഡർ ഉണ്ടാവും, പെർഫെക്റ്റ് ആയിട്ടുള്ള എന്തുണ്ടാവും, ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഓർഡർ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എങ്ങനെ എവിടെ ഈ അറ്റത്തൊരു പാർട്ടിക്കിൾ എടുത്താലും ഈ അറ്റത്തൊരു പാർട്ടിക്കിൾ എടുത്താലും എവിടെ നമ്മൾ എടുത്താലും സെയിം ഓർഡർ ആയിരിക്കും. അതായത് ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് എന്താ, ഒരു ലോങ് റേഞ്ചിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, കിടക്കുന്നുണ്ടാവും. അതിനാണ് ഇത് പറയാം ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയും. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എന്തുണ്ട്, ഒരു ലോങ് റേഞ്ച് ഓർഡർ ഉണ്ട്. അതേസമയത്ത് നമ്മൾ അമോർഫസ് സോളിഡ്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ആണെങ്കിൽ നെക്സ്റ്റ് നെഗറ്റീവ്, നെക്സ്റ്റ് പോസിറ്റീവ്, ഒരു ഓർഡർ ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു ഓർഡറിലൊക്കെ ആയിരിക്കും എന്തുണ്ടാവുക, അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരു പാർട്ടിക്കിൾ കുറച്ച് സ്പേസിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എന്തുണ്ടാവുള്ളൂ, അറേഞ്ച്മെന്റ് ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ എന്തായിരിക്കും പറയാം, അതിന് നമ്മൾ ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റില് ട്രൂ സോളിഡ് ആണ്, രണ്ടാമത്തേത് അതിൽ എന്തുണ്ട്, ലോങ് റേഞ്ച് ഓർഡർ ഉണ്ട്. മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയാം എന്താണെന്ന് വെച്ചാൽ ദേ ആർ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ഐസോട്രോപിക് ഇൻ നേച്ചർ ആണ്. അനൈസോട്രോപിക് ഇൻ നേച്ചർ. തേർഡ് വൺ ഈസ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപിക് ഇൻ നേച്ചർ. അനൈസോട്രോപ്പി. അപ്പം നിങ്ങൾക്ക് എന്തായിരുന്നു, വാട്ട് ഈസ് ദിസ് അനൈസോട്രോപ്പി എന്ന് അറിയണം. അനൈസോട്രോപ്പി പറഞ്ഞപ്പോൾ നേരത്തെ ഞാൻ വരച്ച പോലെ എന്താണ്, പാർട്ടിക്കിൾസ് പോസിറ്റീവും നെഗറ്റീവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഇതിനുണ്ടാവുക, ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കേസിൽ ഉണ്ടാവും. ആ ഓർഡർ പറഞ്ഞാൽ എന്തെങ്കിലും പെർഫെക്റ്റ് ആയിരിക്കും. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കൺസിഡർ ഈ ഒരു ലൈൻ ഇതിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണുള്ളത്, പോസിറ്റീവ് നെഗറ്റീവ്, അടുത്ത പാർട്ടിക്കിൾ പോസിറ്റീവ്, ആ ഓർഡറേക്ക് ഫോളോ ചെയ്യുക. ഇതേ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഈ ഇതിലാണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, പോസിറ്റീവ് പാർട്ടിക്കിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേ സമയത്ത് നിങ്ങൾ ഈ ഓർഡർ കൺസിഡർ ചെയ്യുന്നത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, നെഗറ്റീവ് പാർട്ടിക്കിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്തുണ്ടാകും, നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പലതും മെഷർ ചെയ്യുന്നതിന് അതിന് ആംഗിളിനെ വെച്ചിട്ടാണ്. അപ്പോൾ ഓരോ ഡയറക്ഷനിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോഴും ഡിഫറെൻറ്റ് പ്രോപ്പർട്ടിയാണ് കിട്ടുക. അതായത് ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ നിങ്ങൾ പഠിക്കും. അപ്പോൾ അങ്ങനത്തതൊക്കെ മെഷർ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ നമുക്ക് എന്ത് കിട്ടും, ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി കിട്ടും. കാരണം എന്താ, ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, ഇവിടെ പോസിറ്റീവാണ്, അടുത്ത നെഗറ്റീവ്. അപ്പം അങ്ങനെ ഒരു ഡിഫറൻസ് വരുന്നതുകൊണ്ട് അതിനെന്തെങ്കിലും ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി എല്ലാം ഡിഫറെൻറ്റ് ഡയറക്ഷൻ, അതിനെയാണ് നമ്മൾ എന്താ പറയുക, അനൈസോട്രോപിക്. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപിക് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുക, ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ എന്താണ് ഹാവ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി, അതിനാണ് എന്താ പറയുന്നത്, അനൈസോട്രോപ്പി. അപ്പോൾ ഐസോട്രോപ്പി എന്തായിരിക്കും, ഐസോട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സെയിം പ്രോപ്പർട്ടി ആയിരിക്കും അലോങ് ഓൾ ദ ഡയറക്ഷൻ. അപ്പോൾ അമോർഫസ് സോളിഡ്സ് എന്താണ്, ഐസോട്രോപിക് ആണ്. ഐസോട്രോപ്പി പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം പ്രോപ്പർട്ടി ആയിരിക്കും എല്ലാ ഡയറക്ഷനിലും. കാരണം എന്താ, അമോർഫസ് സോളിഡ്സിന് പെർഫെക്റ്റ് ആയിട്ട് ഒരു അറേഞ്ച്മെന്റ് ഇല്ല, റാൻഡം ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണുള്ളത്. അപ്പോൾ റാൻഡം ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആകുമ്പോൾ ഏത് ഡയറക്ഷനിൽ എടുക്കുമ്പോഴും ഓൾമോസ്റ്റ് ഏകദേശം ഒരു പെർഫെക്റ്റ് ആയിട്ട് സെയിം ആവില്ല, ബട്ട് ഓൾമോസ്റ്റ് സെയിം പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക. അതുകൊണ്ട് അമോർഫസ് സോളിഡ്സ് ഐസോട്രോപിക്, അതായത് ഒരു പെർട്ടിക്കുലർ വാല്യൂന്റെ അറൗണ്ട് ആയിട്ടുള്ള വാല്യൂ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് അതിന് നമ്മളെന്ന് പറയും ഐസോട്രോപിക് എന്ന് പറയും. അപ്പോൾ അനൈസോട്രോപിക് പറഞ്ഞാൽ
They have different property along different direction. അതേസമയത്ത് ഐസോട്രോപിക് ആണെന്നുണ്ടെങ്കിൽ എന്താ, they have the same property along all the directions. ഓക്കെ, ഇനി നാലാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞാൽ they have definite അല്ലെങ്കിൽ sharp melting point. മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ ഒരു ഐസ്, നിങ്ങളിപ്പോൾ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ എന്തെടുക്കുക, ഐസ് എടുക്കുക. ഐസ് ഇപ്പോൾ എപ്പോഴാണ് മെൽറ്റ് ചെയ്യുക? ഇത് 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഐസ് എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്യും. നിങ്ങളെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. ഐസ് മെൽറ്റ് ചെയ്ത് തീരുന്നവരെ 0 ആയിരിക്കും അല്ലേ? അപ്പോൾ ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ 0, ആ 0 എത്തിയാലാണ് എപ്പോഴും എന്ത് ചെയ്യുക? ഐസ് മെൽറ്റ് ചെയ്യുക. അതായത് അങ്ങനത്തെ സോളിഡ്സിന് മുമ്പിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും 0, 5, 20 ഓരോ സബ്സ്റ്റൻസിനനുസരിച്ച് എന്തുണ്ടാവും? ഡെഫിനറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഷാർപ്പായിട്ടൊരു മെൽറ്റിംഗ് പോയിന്റ്. ആ മെൽറ്റിംഗ് പോയിന്റ് എത്തിയാൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ? ആ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുള്ളൂ? മെൽറ്റ് ചെയ്യുള്ളൂ. അതേസമയത്ത് അമോർഫസ് അങ്ങനെയല്ല. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളുടെ അടുത്തൊരു പ്ലാസ്റ്റിക് നിങ്ങൾ ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഫസ്റ്റ് അതിനെ ചൂടാക്കുമ്പോൾ അതൊന്ന് സോഫ്റ്റ് ആവും. ഒന്ന് സോഫ്റ്റായി ഇങ്ങോട്ട് എന്ത് ചെയ്യും? പിന്നെയാണ് അത് എന്ത് ചെയ്ത് കൊടുക്കുക? മെൽറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സോഫ്റ്റായിട്ട് മെൽറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? ഒരു ഷാർപ്പായിട്ടൊരു പോയിന്റിൽ അതിനകത്ത് ചെയ്യാൻ തുടങ്ങുന്നത്, മെൽറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അതിന് ഷാർപ്പായിട്ടൊരു മെൽറ്റിംഗ് പോയിന്റ് ഇല്ല. അത് ഫസ്റ്റ് ഒന്ന് സോഫ്റ്റൻ ചെയ്യും, എന്നിട്ട് അത് എന്ത് ചെയ്യാൻ തുടങ്ങും? മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ അമോർഫസ് സോളിഡ്സിനെ നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്സിലേക്ക് മാറ്റാം. അതായത് ആ മെൽറ്റ് ചെയ്ത് തുടങ്ങുന്ന പൊസിഷനിൽ. ഇപ്പോൾ പ്ലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് ബ്ലോ ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റും. ഗ്ലാസ് ആണെങ്കിൽ ഒക്കെ നമുക്ക് എന്താണ് ഡിഫറെൻറ്റ് ഷേപ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. കാരണം ദേ ഡു നോട്ട് ഹാവ് എ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. സോ അതിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെൻറ്റ് ഷേപ്പിലേക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും? മാറ്റിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഫോർത്ത് പ്രോപ്പർട്ടീസ് ഹാവ് നോ ഡെഫിനിറ്റ് മെൽറ്റിംഗ് പോയിന്റ്. ഇതെങ്ങനെയാണ് നടക്കുക? അതെന്താ ചെയ്യുക? അത് സോഫ്റ്റ് ഓവർ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്നിട്ടാണ് അത് എന്ത് ചെയ്യാൻ തുടങ്ങുക? മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അടുത്ത പ്രോപ്പർട്ടി പറഞ്ഞാൽ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ദേ ഹാവ് ഡെഫിനിറ്റ് heat of fusion. What is heat of fusion? ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അതായത് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ പറഞ്ഞാൽ ഫ്യൂഷൻ നടക്കും. അതായത് സോളിഡ് ലിക്വിഡിലേക്ക് ആകുമ്പോൾ അത് പുറത്തേക്ക് 1 മോൾ സബ്സ്റ്റൻസ് സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ അത് പുറത്തേക്ക് വിടുന്ന എനർജിയാണ് നമ്മൾ എന്താ പറയുക? ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അപ്പോൾ ഇതിനൊരു ഷാർപ്പ് ഒരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു മെൽറ്റിംഗ് പോയിന്റിലാണ് ഇത് എന്ത് ചെയ്യാൻ തുടങ്ങുക? മെൽറ്റ് ചെയ്യാൻ തുടങ്ങുക. അതുകൊണ്ട് അതെന്താണ് ഒരു ഫിക്സ്ഡ് ആയിട്ട് എന്തുണ്ടാകുമ്പോൾ ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടാവും. അതേ സമയത്ത് അമോർഫസ് ആകുമ്പോൾ എന്തുണ്ടാവില്ല? അതുണ്ടാവില്ല. കാരണം എന്താ? അതിങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ സോഫ്റ്റായി വന്നിട്ട് പിന്നെയാണ് അത് മെൽറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ഇവിടെ എന്താവില്ല? എന്താ ഉണ്ടാവില്ല? ഒരു ഡെഫിനിറ്റ് ആയിട്ട് എന്തില്ല? ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇല്ല. നോ ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഇനി നെക്സ്റ്റ് ഡിഫറൻസ് പറഞ്ഞാൽ ഒരു ടൂൾ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യണം. അപ്പം ഇതാണെന്നൊരു ഗ്ലാസ് ആണെങ്കിലൊക്കെ നമ്മളൊരു ഷാർപ്പ്, അതായത് ഡയമണ്ട് കട്ട് ചെയ്യാൻ ഉപയോഗിക്കണ മെറ്റീരിയൽസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്ത് ഷാർപ്പായിട്ടുള്ളൊരു മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്താൽ എന്താണ്? ഇത് ഷാർപ്പ് എഡ്ജസ് ആണ് ഫോം ചെയ്യുക. ഫോം ഷാർപ്പ് എഡ്ജസ് while amorphous form smooth edges. അപ്പോൾ ഇത് ഷാർപ്പ് എഡ്ജസ് ഫോം ചെയ്യുമ്പോൾ അമോർഫസ് എന്താണ് ചെയ്യുക? ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു എഡ്ജാണ് എന്ത് ചെയ്യുക? അത് ഫോം ചെയ്യുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഡിഫറെൻറ്റ് ഇതാണ് എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് പറഞ്ഞാൽ നമുക്ക് വാട്ടർ, അതായത് ഐസ് ചെയ്താൽ എന്തെഴുതാൻ പറ്റും? സ്റ്റോൺ, സോൾട്ടുകൾ, ഓൾ ദ സോൾട്ട്സ്, ഇതൊക്കെ എന്താണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എക്സാമ്പിൾ. അമോർഫസിന് നിങ്ങൾക്ക് എക്സാമ്പിൾ പഠിക്കാണ്ടാവുക ഗ്ലാസ്, പ്ലാസ്റ്റിക് ആൻഡ് റബ്ബർ. ഇത് മൂന്നാണ് എന്തിനുണ്ടാവുക? അമോർഫസിന് മെയിനായിട്ട് ഉണ്ടാവുന്ന എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സോ യു ഹാവ് ടു സ്റ്റഡി ഓൾ ദിസ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് പറഞ്ഞാൽ ദേ ആർ 2 സോളിഡ്സ് ആണ്, ബിക്കോസ് ദേ ഷോ ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ സോളിഡ്. അമോർഫസ് സോളിഡ്സ് പറഞ്ഞാൽ സ്യൂഡോ സോളിഡ്സ് ആണ്. സ്യൂഡോ സോളിഡ്സ് പറയാം ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്, അതും പറയാൻ പറ്റില്ല. അതായത് അതിന് കുറച്ചൊരു ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടാകും, അതായത് കുറച്ചൊരു ഫ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഈ പഴയ ബിൽഡിങ്ങിൻ്റെ വിൻഡോസിൻ്റെയൊക്കെ അടിഭാഗത്തിൽ എന്തുണ്ടാവും? ബോട്ടം പാർട്ടിൽ എന്തെങ്കിലും തിക്നെസ് കൂടുതലാണ്. കാരണം എന്താ? കുറച്ചൊരു ഫ്ലൂയിഡിറ്റി ഉണ്ടാകും. കാരണം ഗ്ലാസ് ഈസ് ആൻ അമോർഫസ് സോളിഡ്. അപ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾസ് കാലം കൊണ്ട് താഴെ വന്നിട്ട് താഴെ ഭാഗത്തിന് തിക്നെസ് കൂടാനുള്ള റീസൺ അതാണ്. ബിക്കോസ് ദേ ആർ സ്യൂഡോ സോളിഡ്സ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് ആണ്. സോ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി അവിടെ കുറച്ചൊരു വേരിയേഷൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് എന്താണ്
സ്യൂഡോ സോളിഡ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ലോങ് റേഞ്ച് ഓർഡർ ആണ്. അവിടെ എന്തുണ്ടാവുക ഷോർട്ട് റേഞ്ച്, അതായത് അറേഞ്ച്മെന്റ് ഒരു കുറച്ച് പാർട്ടിക്കിൾസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഓൾ ഓവർ ദ ക്രിസ്റ്റൽ സെയിം അറേഞ്ച്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അനൈസോട്രോപിക് ആണ്. അനൈസോട്രോപിക് പറഞ്ഞാൽ ദേ ഷോ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി അലോങ് ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. ഇവിടെ ഐസോട്രോപിക് ആണ്. ഏത് ഡയറക്ഷനിൽ എടുത്താലും ഓൾമോസ്റ്റ് ദ സെയിം പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടാവുക. ഡെഫിനറ്റ് ആയിട്ട് ഒരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് ആ ഷാർപ്പ് ആ മെൽറ്റിംഗ് പോയിന്റിലാണ് അത് എന്ത് ചെയ്യുക, മെൽറ്റ് ചെയ്യുക. അതേസമയത്ത് ഇവിടെ ഡെഫിനറ്റ് ആയിട്ടൊരു മെൽറ്റിംഗ് പോയിന്റ് ഇല്ല, അത് സോഫ്റ്റ് ആയിട്ട് പിന്നെ മെൽറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നുള്ളത് ഇതിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ളതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് ഒരു ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടാകും. അവിടെ എന്തില്ല, ഡെഫിനറ്റ് ആയിട്ട് എന്തില്ല, ഒരു ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇല്ല. പിന്നെ ഉള്ളത് ഇവിടെ എന്താണ്, നമ്മളൊരു ഷാർപ്പ് ടൂളായിട്ട് കട്ട് ചെയ്താൽ എന്തുണ്ടാവും, ഷാർപ്പ് എഡ്ജസ് ആണ് ഫോം ചെയ്യുക. ഇവിടെ എന്തുണ്ടാവുക, സ്മൂത്ത് ആയിട്ടുള്ള എഡ്ജസ് ആണ് എന്ത് ചെയ്യുക, ഫോം ചെയ്യുന്നത്. എക്സാമ്പിൾസ് ആണ് ഐസ്, സ്റ്റോണ്, എല്ലാ സോൾട്ടുകൾ, മെറ്റൽസ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എക്സാമ്പിളാണ്. പിന്നെ അമോർഫസിന് എക്സാമ്പിളാണ് എന്ത്, ഗ്ലാസ്, പ്ലാസ്റ്റിക്, റബ്ബർ എന്നൊക്കെ പറഞ്ഞാൽ എന്തിന് എക്സാമ്പിളാണ്, അമോർഫസ് സോളിഡാണ്. ഇനി നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള മുഴുവൻ എന്തിനെ പറ്റിയാണ്, ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ പറ്റിയാണ്. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നിങ്ങൾ കൺസിഡർ ചെയ്താൽ ഒരേപോലെയാണ് എല്ലാ ക്രിസ്റ്റലൈൻ സോളിഡ്സും അല്ല. ക്രിസ്റ്റലൈൻ സോളിഡ്സ് തമ്മിൽ തന്നെ ഉണ്ട് നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ കേസിൽ അതിനെ നമുക്ക് വീണ്ടും അതിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് അതിലുള്ള പാർട്ടിക്കിൾസിനനുസരിച്ച് വീണ്ടും നമ്മൾ നാലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു സോൾട്ട്, ഉപ്പ് എടുക്കണ പോലെ തന്നെയാണോ നിങ്ങളുടെ ഐസ് ഉള്ളത്, അല്ല. ഓരോന്നിനും എന്താ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി ഉള്ളത്. ഒരു മെറ്റൽ സോളിഡാണ്, പക്ഷെ അത് തമ്മിലുള്ള പ്രോപ്പർട്ടി എന്താണ് ഡിഫറെൻറ്റ്. അപ്പോൾ അതിനനുസരിച്ച് എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വണ്ണിനെ നമ്മൾ എന്ത് പറയാം, മോളിക്കുലർ സോളിഡ്സ് എന്ന് പറയും. ഫസ്റ്റ് വണ്ണാണ് മോളിക്കുലർ സോളിഡ്. രണ്ടാമത്തേതാണ് എന്ത്, അയോണിക് സോളിഡ്. Third one is metallic solid. And the fourth one is covalent or network solid. നാളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് മോളിക്കുലർ സോളിഡ്, സെക്കൻഡ് വൺ ഈസ് അയണിക് സോളിഡ്, തേർഡ് വൺ ഈസ് മെറ്റാലിക് സോളിഡ് ആൻഡ് ഫോർത്ത് വൺ ഈസ് കോവലന്റ് ഓർ നെറ്റ്വർക്ക്. പേര് തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് വൺ എന്നാൽ മോളിക്കുലർ ആണ്, അതായത് മോളിക്യൂൾസ് ഉണ്ടാവും. രണ്ടാമത്തേത് അയണിക് സോളിഡ്, അയോൺസ് ഉണ്ടാവും. മെറ്റാലിക് സോളിഡ്സ്, മെറ്റൽസ് ഉണ്ടാവും. കോവലന്റ് സോളിഡ്സ് പറഞ്ഞാൽ കോവലന്റ് ബോൺസ് ആണ് ഉണ്ടാവും. അപ്പോൾ അത് ഓരോന്നിനെയും പറ്റി പഠിക്കണം. ഇപ്പോൾ മോളിക്കുലർ സോളിഡ്സിനെ നമുക്ക് പിന്നെയും ക്ലാസിഫൈ ചെയ്യാം. ഉള്ള മോളിക്യൂൾ ഏത് ടൈപ്പാണെന്നുള്ളതിനനുസരിച്ച് മോളിക്കുലർ സോളിഡ്സിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിലെ ഫസ്റ്റ് വണ്ണാണ് എന്ത്, നോൺ പോളാർ. രണ്ടാമത്തേതാണ് എന്ത്, പോളാർ. മൂന്നാമത്തേതാണ് ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ മോളിക്കുലർ സോളിഡ്സിനെ തന്നെ വീണ്ടും എന്ത് ചെയ്തു, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. നോൺ പോളാർ, പോളാർ, ഹൈഡ്രജൻ ബോണ്ട്. ഈ പേരിൽ തന്നെ മനസ്സിലാവും. നോൺ പോളാർ എന്നതിൻ്റെ മോളിക്യൂൾസ് എന്തെങ്കിലും നോൺ പോളാർ മോളിക്യൂൾസ് ആയിരിക്കും, അതായത് ഹൈഡ്രജനും അയഡിനൊക്കെ പോലുള്ള മോളിക്യൂൾസ് ആയിരിക്കും എന്തെങ്കിലും ഉണ്ടാവുക, നോൺ പോളാറിൽ ഉണ്ടാവുക. പോളാർ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക HCl, SO2 പോലുള്ള മോളിക്യൂൾസ് ആണ് എന്തെങ്കിലും ഉണ്ടാവുക, നോൺ പോളാറിൽ ഉണ്ടാവുക. ഹൈഡ്രജൻ ബോണ്ട് ഇടുന്ന ഹൈഡ്രജൻ ബോണ്ട് എന്തൊക്കെ തമ്മിൽ ഫോം ചെയ്യുക, ഹൈഡ്രജനും പിന്നെ എന്തൊക്കെ ഉണ്ടാവുക, ഹൈഡ്രജൻ വേണം, പിന്നെ ഒന്നുകിൽ ഓക്സിജൻ ആവണം, അല്ലെങ്കിൽ എന്താവണം, NH3 HF ആവണം, അല്ലെങ്കിൽ എന്താവണം, NH3 ആവണം. അതായത് ഹൈഡ്രജനും നൈട്രജനും ഫ്ലൂറിനും ഓക്സിജനും തമ്മിൽ മാത്രമാണ് എന്ത് ഫോം ചെയ്യുക, ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് പറഞ്ഞാൽ ഈ ഇതിൽ മാത്രമേ ഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കേസിലാകുമ്പോൾ നമ്മുടെ അതിലുള്ള ബോണ്ട് എന്ത് ടൈപ്പ് ബോണ്ട് ആയിരിക്കും, നിങ്ങൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പഠിച്ചതാണ്. എന്താണ്, എന്ത് ടൈപ്പ് ബോണ്ടാണ് നോൺ പോളാർ മോളിക്യൂൾസ് തമ്മിലുള്ളത്, വീക്ക് വാട്ടർ വാൾസ് ഫോഴ്സ് ആണ്. അപ്പോൾ ഇതിലുള്ള ഫോഴ്സ് എന്താണ്, വെരി വീക്കാണ്. വീക്കാണ് പറഞ്ഞാൽ എന്തായിരിക്കും, സോഫ്റ്റ് ആയിരിക്കും. സോഫ്റ്റ് ആണോ അതിനെന്തായിരിക്കും ഉണ്ടാവുക, മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ എന്തായിരിക്കും ഉണ്ടാവുക, കുറവായിരിക്കും ഉണ്ടാവുക. അതേസമയത്ത് പോളാർ പറഞ്ഞാൽ അതിലുള്ള ബോണ്ട് ഏതാണ്, ഡൈപോളാണ്. ഡൈപോളാകുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയി. അപ്പോൾ എന്തായി, സോഫ്റ്റ് തന്നെ ആയിരിക്കും. കമ്പയർഡ് ടു നോൺ പോളാർ അതിൻ്റെ ഇതെന്തായിരിക്കും, കുറച്ച് കൂടുതലായിരിക്കും. അതേസമയത്ത് തന്നെ അതിലെന്തുണ്ടാവും, അതിന് കുറച്ചും കൂടി, അതായത് നോൺ പോളാറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എന്തുണ്ടാകും, മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിട്ടുണ്ടാകും.
ലാസ്റ്റ് ടൈപ്പ് പറഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ടാണ്. ഹൈഡ്രജൻ ബോണ്ടിന്റെ ടൈപ്പ് ഓഫ് പോളാർ തന്നെയാണ്, അതിലുള്ളത് ഡൈപോൾ തന്നെയാണ്. ആ മോളിക്യൂൾ ഓക്സിജനോ ഫ്ലൂറിനോ നൈട്രജനോ ആണെങ്കിൽ നമ്മൾ അതിനെന്താ പറയുക, ഹൈഡ്രജൻ ബോണ്ട് എന്നാണ് എന്ത് ചെയ്യണത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലുള്ള ബോണ്ട് ഹൈഡ്രജൻ ബോണ്ടാണ്, ഒന്നും കൂടി സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഇത് ഒന്നും കൂടി എന്തായിരിക്കും, കുറച്ച് ഹാർഡ്നെസ് ഇതിന് മൂന്നിലെ കൂട്ടത്തിൽ ഏതിനായിരിക്കും ഹാർഡ്നെസ് കൂടുതലുണ്ടാവുക, ഹൈഡ്രജൻ ബോണ്ടിൻ്റെ കേസിലായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ഓരോന്നിനും എക്സാമ്പിൾസ് പഠിക്കണം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ എന്തായാലും മോളിക്യൂൾസ് ആണുള്ളത്, എന്തില്ല അയോൺസ് ഇല്ല, അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ട് അതൊക്കെ എന്തായിരിക്കും, ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. അതൊന്നും എന്ത് ചെയ്യില്ല, കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ഫസ്റ്റ് വൺ പറഞ്ഞാൽ മോളിക്കുലാർ സോളിഡ് ആണ്. മോളിക്കുലാർ സോളിഡ്സ് 3 ടൈപ്പ്, നോൺ പോളാർ, പോളാർ ആൻഡ് ഹൈഡ്രജൻ ബോണ്ട്. നോൺ പോളാർ പറഞ്ഞാൽ മോളിക്യൂൾസ് പറഞ്ഞാൽ ഹൈഡ്രജനും അയഡിൻ പോലെ നോൺ പോളാർ മോളിക്യൂൾസ് ആയിരിക്കും. വീക്ക് വണ്ടർവാൾസ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അത് എന്തായിരിക്കും ഉണ്ടാവുക, സോഫ്റ്റ് ആയിരിക്കും, മെൽറ്റിംഗ് പോയിന്റ് കുറവായിരിക്കും, കണ്ടക്ട് ചെയ്യൊന്നുമില്ല, കാരണം നോ അയോൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. പോളാർ ആണെങ്കിൽ മോളിക്യൂൾസ് എന്താണ്, പോളാർ മോളിക്യൂൾസ് ആയിരിക്കും. പോളാർ മോളിക്യൂൾസ് ആകുമ്പോൾ അതിന് ചാർജ് ഉണ്ടാകും, അതുകൊണ്ട് അത് ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക, കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ പോളാർ നോൺ പോളാറിൻ്റെ അത്രയാവും. പിന്നെ ഹൈഡ്രജൻ ബോണ്ട് പറഞ്ഞാൽ ബോണ്ട് ഒന്നുകൂടി എന്താണ്, സ്ട്രോങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞാൽ അയോണിക് സോളിഡ് ആണ്. അയോണിക് സോളിഡ് എന്ന് പറഞ്ഞാൽ പേര് പറയുന്ന പോലെയുള്ള പാർട്ടിക്കിൾസ് എന്തെങ്കിലും അയോൺസ് ചെയ്യും. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ NaCl എടുക്കാം. NaCl നിങ്ങൾ എടുക്കുമ്പോൾ എന്തുണ്ടാവുക, Na+ ഉണ്ടാകും, Cl- അയോൺസ് ആണ് ഉണ്ടാവുക. അപ്പം അങ്ങനത്തെ ഏരിയയാണ് നമ്മളെന്താ പറയുക, അയണിക് സോളിഡ്. അപ്പോൾ അവിടെയുള്ള ബോണ്ട് എന്തായിരിക്കും, ഈ പോസിറ്റീവ് അയോണും ഈ നെഗറ്റീവ് അയോണും തമ്മിലുള്ള അട്രാക്ഷൻ. അങ്ങനത്തെ അട്രാക്ഷനാണ് നമ്മളെന്ത് പറയുക, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അത് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, കുറച്ച് ഹാർഡായിരിക്കും. അപ്പോൾ ഹാർഡായിരിക്കും, പക്ഷേ ബ്രിട്ടിലായിരിക്കും. ബ്രിട്ടിൽ പറഞ്ഞാൽ പൊട്ടിപ്പോകും. എക്സാമ്പിൾ പൊടി പോലെയല്ലേ നമുക്ക് NaCl കിട്ടുന്നത്, അതന്നെ. അപ്പോൾ അത് ഹാർഡായിരിക്കും, ബ്രിട്ടിലായിരിക്കും, പക്ഷേ ബോണ്ട് എന്തായിരിക്കും, ഒന്നും കൂടി സ്ട്രോങ് ആയിരിക്കും. NaCl അതെന്താണ്, മോൾട്ടൺ സ്റ്റേറ്റ് ആകുമ്പോൾ മാത്രമാണ് അത് എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക. കാരണം എന്താ, സോളിഡ് സ്റ്റേറ്റ് ആകുമ്പോൾ അത് അയോൺസ് സെപ്പറേറ്റഡ് അല്ല, അയോൺസിന് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇല്ല. അപ്പോൾ മോൾട്ടൺ സ്റ്റേറ്റിൽ അത് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. അല്ലെങ്കിൽ അക്വ സൊല്യൂഷനാണ്. അക്വ സൊല്യൂഷൻ ആകുമ്പോൾ നമ്മൾ വാട്ടർ ആഡ് ചെയ്യും. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ അയോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇതിന്റെ കണ്ടക്ടിവിറ്റി എങ്ങനെ ഉണ്ടാവുക, മോൾട്ടൺ സ്റ്റേറ്റിലും അതേപോലെ തന്നെ എന്താണ് അക്വ സൊല്യൂഷനിലും അത് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. അതേസമയത്ത് സോളിഡ് സ്റ്റേറ്റിൽ എന്താണ്, ഇൻസുലേറ്റഡ് കമ്പയർഡ് ടു മോളിക്കുലാർ സോളിഡ്സ് എന്നാണ്, കുറച്ച് ഹാർഡാണ്. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് എക്സാമ്പിൾ ഇപ്പോൾ NaCl എനി സോൾഡ് BaCl2 BaSO4 ഏതൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. നെക്സ്റ്റ് പറഞ്ഞാൽ മെറ്റാലിക് സോളിഡ്. മെറ്റാലിക് സോളിഡ് പേര് പറഞ്ഞ പോലെ തന്നെ എന്തായിരിക്കും ഉണ്ടാവുക, മെറ്റൽസ്. മെറ്റൽസ് നിങ്ങൾക്ക് അറിയുന്നതാണ്. മെറ്റൽസിന്റെ പ്രോപ്പർട്ടി എന്താ, പോലെ കൊല്ലങ്ങളോളായിട്ട് ചെറിയ ക്ലാസ് വിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിയതാണ്. എന്തൊക്കെയാണ് ഉണ്ടാവുക, മെറ്റാലിക് ലെസ്റ്റർ, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, എല്ലാ പ്രോപ്പർട്ടി കാണിക്കും. ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് അത് എന്തായിരിക്കും, ഗുഡ് കണ്ടക്ടർ, നല്ല പോലെ അത് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ മെറ്റൽസ് ആണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്, കറണ്ടൊക്കെ ഇതാക്കാണ്ട് വയേഴ്സിനൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുക, മെറ്റൽസ് ആണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെറ്റാലിക് സോളിഡ്സിന്റെ എക്സാമ്പിൾ ഏതൊരു മെറ്റൽ, കോപ്പർ, ഏതൊരു മെറ്റൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാം. അപ്പോൾ അതിലുള്ള ബോണ്ട് പറഞ്ഞാൽ മെറ്റാലിക് ബോണ്ട്. മെറ്റാലിക് ബോണ്ട് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മെറ്റൽസിനൊക്കെ എന്താ അയണൈസേഷൻ എനർജി കുറവായിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മെറ്റൽ വരെ പീരിയോഡിക് ടേബിളിന്റെ ഫസ്റ്റ് പാർട്ടിലാണ്. അതുകൊണ്ട് അതിന് അയണൈസേഷൻ എനർജി കുറവായിരിക്കും. അതുകൊണ്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ അതെന്തായിട്ട് ഉണ്ടാവുക, അയോൺസും ഇലക്ട്രോൺസും ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ ഇലക്ട്രോൺസ് കുറേ എല്ലായിടത്തുനിന്നും, ഒരു മെറ്റൽ എന്ന് പറയുമ്പോൾ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും. ഓരോന്നും എന്ത് പുറത്തേക്ക് വരും, ഇലക്ട്രോൺസ് വരും. അപ്പോൾ ഇലക്ട്രോൺസ്, ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് കേർണൽ ഡിപ്പ് ചെയ്ത പോലെയാണ് എന്തുണ്ടാവുക, മെറ്റൽസ്. അപ്പോൾ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് കേർണൽസും ഇലക്ട്രോൺസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ എന്താ പറയുക, മെറ്റാലിക് ബോണ്ട്. മെറ്റാലിക് ബോണ്ട് പറഞ്ഞാൽ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പോസിറ്റീവ്ലി ചാർജ്ഡ് കേർണൽ ആൻഡ് ദി ഇലക്ട്രോൺസ്. ഓക്കെ, ഇലക്ട്രോൺസ് ഉണ്ടാകുന്നത് എവിടുന്ന, അയണൈസേഷൻ എനർജി കുറവായിരിക്കും മെറ്റൽസിന്. സോ അതെന്ത് ടെമ്പറേച്ചറിൽ നിന്ന് ഇലക്ട്രോൺസിനെ പുറത്ത് വിടും, അയോൺസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ അയോൺസും ഈ ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്ഷനെ നമ്മൾ മെറ്റാലിക് ബോണ്ട് പറയാം. ഇറ്റ് സ്ട്രോങ് ആണ്, അതുകൊണ്ട് ഇത് എന്തായിരിക്കും, ഹാർഡായിരിക്കും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ടൈപ്പാണ് എന്ത്, മെറ്റാലിക് ബോണ്ട്. നാലാമത്തെ ടൈപ്പ് പറഞ്ഞാൽ എന്താ, കോവലന്റ് നെറ്റ്വർക്ക്. പേര് പറയുന്നത് എന്താ, അതിലുള്ളത് എന്തായിരിക്കും, കോവലന്റ് ബോണ്ട് ആയിരിക്കും. അതായത് ഷെയറിങ് വഴിയാണ് എന്തുണ്ടാവുക, ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഒരു ആറ്റം അടുത്ത ആറ്റം ഷെയർ ചെയ്യും. അങ്ങനെ അതങ്ങനെ ജോയിൻ ചെയ്ത് നെറ്റ്വർക്ക് പോലെ അല്ലെങ്കിൽ ഒരു ജെയിൻ്റ് ആയിട്ടുള്ള മോളിക്യൂളായിട്ട് ഇത് എന്ത് ചെയ്യും, ഫോം ചെയ്യും. അത് ഭയങ്കര ഹാർഡായിരിക്കും. നോർമലി കോവലന്റ് സോളിഡ്സ് ഹാർഡായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയമണ്ട്, കാർബൈഡ്സ്, അതൊക്കെ എന്തിനുള്ള എക്സാമ്പിൾസ് ആണ്, കോവലന്റ് സോളിഡ്സിനുള്ള എക്സാമ്പിൾ ആണ്.
അപ്പോൾ എക്സാമ്പിൾ ഹാർഡായിരിക്കും ജയൻ ഇപ്പോൾ ഒരു കാർബൺ, നിങ്ങൾ കാർബൺ കൺസിഡർ ചെയ്യണം. ഈ ഒരു കാർബൺ അടുത്ത 4 കാർബണായിട്ട് ബോണ്ട് ഫോം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നത് 4 എണ്ണമായിട്ട് ഓരോന്ന്. അപ്പം അങ്ങനെ അതെന്ത് ചെയ്യും, ഒരു ലോങ് ആയിട്ട് അത് എന്ത് ചെയ്യും, എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അങ്ങനത്തെ മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്ത് പറയാം, നെറ്റ്വർക്ക് സോളിഡ്സ് എന്ന് പറയും. അപ്പോൾ നെറ്റ്വർക്ക് സോളിഡ്സ് ഹാർഡായിരിക്കും, അതിനെ ജൈൻ മോളിക്യൂൾസ് പറയും. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 10ലൊക്കെ ബക്ക്മിനിസ്റ്റർ, ഫുള്ളറിയും പല എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നോർമലി അതെന്തായിരിക്കും, ഹാർഡായിരിക്കും. നിങ്ങൾക്ക് ഈ കോവലന്റ് സോളിഡ്സ്, നെറ്റ്വർക്ക് സോളിഡ്സ് 2 എക്സാമ്പിളാണ് പഠിക്കാനുള്ളത്. മെയിൻലി പഠിക്കാനുള്ളത് ഒന്ന് ഡയമണ്ടും, രണ്ടാമത്തത് ഗ്രാഫൈറ്റ്. ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഡയമണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇറ്റ് ഈസ് വെരി ഹാർഡാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഹാർഡായതുകൊണ്ട് നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കും, അത് കട്ടിങ് ടൂളായിട്ട് ഉപയോഗിക്കും, അങ്ങനെയാണ്. അതേസമയത്ത് ഗ്രാഫൈറ്റ് എന്താണത്, സോഫ്റ്റാണ്. നിങ്ങൾ എവിടെയത് യൂസ് ചെയ്യാം, ഗ്രാഫൈറ്റ് നമ്മൾ ഉപയോഗിക്കുക പെൻസിൽ, ലെഡ്സിൽ, സോഫ്റ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യും. രണ്ടാമത്തെ കേസ് പറഞ്ഞാൽ ഡയമണ്ടിൻ്റെ കേസിൽ സ്ട്രക്ചർ പറഞ്ഞാൽ ഓരോ കാർബണായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, അടുത്ത 4 കാർബണായിട്ട് ടെട്രാഹെഡ്രലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ജോയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 3D നെറ്റ്വർക്ക് സ്ട്രക്ചറാണ് എന്തിനുണ്ടാവുക, ഡയമണ്ടിന് 3D സ്ട്രക്ചറാണ് എന്തിന് വരിക, ഡയമണ്ടിന് വരും. അതേസമയത്ത് നിങ്ങൾ ഗ്രാഫൈറ്റിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാഫൈറ്റിൻ്റെ കേസിൽ അതെന്തേ ചെയ്യുള്ളൂ, 3 എണ്ണമായിട്ട് എന്ത് ചെയ്യുള്ളൂ, ബോണ്ട് ഫോം ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ എന്തുണ്ടാവും, ഓരോ ഇലക്ട്രോൺ അവിടെ വരും, ഫ്രീ ആയിട്ട് വരും. അപ്പോൾ ഇത് വരുമ്പോൾ ഇതൊരു ലെയർ ഫോം ചെയ്യും. അപ്പോൾ ഈ ഓരോ ഇലക്ട്രോണും അതിൻ്റെ മേലെ അടുത്തൊരു ലെയറായിട്ട് എന്ത് ഫോം ചെയ്യും. അപ്പോൾ ഒരു ലെയേർഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഷീറ്റ് ലൈക്ക് സ്ട്രക്ചറാണ് എന്തിന് ഉണ്ടാവുക, ഗ്രാഫൈറ്റിന് ഉണ്ടാകുന്നത്, ഷീറ്റ് ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, സെക്കൻഡ് ഡിഫറൻസ് ഈസ് ഡയമണ്ടിൽ ഒരു 3D സ്ട്രക്ചറാണ് ഉണ്ടാവുക, ഗ്രാഫൈറ്റ് ആകുമ്പോൾ എന്തുണ്ടാവുക, ഒരു ഷീറ്റ് ലൈക്ക് സ്ട്രക്ചറാണ് ഉണ്ടാവുക. ഇവിടെ ഇപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഡിഫറൻസ് നമുക്ക് ഇത് തന്നെ കിട്ടും. ഇവിടെ എന്തുണ്ടാക്കി 4 ബോണ്ട് ഫോം ചെയ്തുകൊണ്ട് നോ ഫ്രീ ഇലക്ട്രോൺ ആണ്, അതുകൊണ്ട് ഇതെന്തായിരിക്കും, ഇൻസുലേറ്റർ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും, അപ്പോൾ ഒരു ഫ്രീ ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് ഇതെന്തായിരിക്കും, കണ്ടക്ടർ ആയിരിക്കും. പിന്നെ നാലാമത്തെ ഡിഫറൻസ് പറഞ്ഞാൽ 4 ബോണ്ട് ഫോം ചെയ്യും. സോ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും, sp3 ഹൈബ്രിഡൈസ്. ഈച്ച് കാർബൺ ആറ്റം വിൽ ബി sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഗ്രാഫൈറ്റിലാകുമ്പോൾ എന്തായിരിക്കും, sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡയമണ്ട് ഹാർഡായിരിക്കും, ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ്. ഡയമണ്ടിന് 4 ബോണ്ട് ടെട്രാഹെഡ്രൽ ബോണ്ട് ഫോം ചെയ്യുന്നത് 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ് ഉണ്ടാവുക. അതേസമയത്ത് ഗ്രാഫൈറ്റിന് എന്തുണ്ടാവുക, ഒരു ഷീറ്റ് ലൈക്ക് സ്ട്രക്ചറാണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 ബോണ്ടേ ഫോം ചെയ്യുള്ളൂ, അതുകൊണ്ട് ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ടാകും, അതുകൊണ്ട് അത് കണ്ടക്ടർ ആയിരിക്കും, ഡയമണ്ടിലായിരിക്കും, ഇൻസുലേറ്റർ ആയിരിക്കും. 4 ബോണ്ട് ഫോം ചെയ്യുന്നതുകൊണ്ട് ഡയമണ്ട് ഇസ് sp3 ഹൈബ്രിഡൈസ് ആൻഡ് ഗ്രാഫൈറ്റ് പറഞ്ഞാൽ എന്തായിരിക്കും, sp2 ഹൈബ്രിഡൈസ്ഡ്. അപ്പോൾ ഡയമണ്ടിൻ്റെ കേസിൽ നമ്മളെവിടെ യൂസ് ചെയ്യുക, ജ്വല്ലറീസിൽ കട്ടിങ് ടൂളിനൊക്കെയാണ് എന്ത് ഉപയോഗിക്കുക, ഡയമണ്ട് ഉപയോഗിക്കുക. അതേസമയം ഇത് ഗ്രാഫൈറ്റ് നമ്മൾ പെൻസിൽ ലെഡുകൾ ഉണ്ടാക്കുക, കാരണം എന്താ, സോഫ്റ്റ് ആണ്. രണ്ടാമത്തെ ഉപയോഗിക്കുക എവിടെയാണ്, ബാറ്ററീസിൽ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്, കണ്ടക്ടറാണ്, അപ്പോൾ കണ്ടക്ട് ചെയ്യും, അതുകൊണ്ട് അതിൽ എന്തായിട്ട് ഉപയോഗിക്കും, കണ്ടക്ടറായിട്ട് ഉപയോഗിക്കും. മൂന്നാമത്തെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കും, സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ട്, കാരണം അതിനൊരു ഷീറ്റ് ലൈക്ക് സ്ട്രക്ചർ. അപ്പോൾ ഒരു ഷീറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തൊരു ഷീറ്റിന് മുകളിൽ കൂടെ സ്ലൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ലൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഇത് ഹീറ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു ലൂബ്രിക്കൻ്റ് ഉപയോഗിച്ചാൽ എന്താ, അത് വേപ്പറൈസ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര ഹെവി ഹീറ്റ് ഫോം ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കും, ഗ്രാഫൈറ്റ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കും, ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ തുടരും.